പിന്നെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്ലസാ? ആഹി കമ്മൽ? മൂക്കുത്തിയായിരിക്കും. നീ ഒരിക്കലും വിചാരിക്കാത്ത കരിമണി മാലയാണല്ലേ? അല്ല, പിന്നെ പരിപ്പ് വട. കണാരേട്ടന്റെ കടയിലെ ചൂടുള്ള പരിപ്പ് വട. എന്നേട്ടൻ സാരി വാങ്ങിച്ചാലും അന്നനെയും പരിപ്പോട. ഞാനേ പരിപ്പോട തീറ്റ നിർത്തി. കുട്ടി എന്താ ചേച്ചി? കുട്ടി ഇതിനു മുമ്പ് വേറെ ഒരുപാട് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ ഭർത്താക്കന്മാരൊക്കെ കുട്ടിയോട് എങ്ങനെയായിരുന്നു പെരുമാറ്റം? ഭർത്താക്കന്മാരൊക്കെ വളരെ സ്നേഹത്തോടെയാ പെരുമാറിയിരുന്നത്. പക്ഷേ ഭാര്യമാരൊക്കെ ഒരു വകയായിരുന്നു നീ. അല്ല, കുട്ടി എന്തിനാ സാരി ധരിച്ചിരിക്കുന്നേ? അയ്യോ, എന്താ? സാരിയേക്കാൾ ഐശ്വര്യം ചുരിദാറാ. ശരീരം മുഴുവൻ കവർ ചെയ്യുന്നതുകൊണ്ട് പറയല്ല കേട്ടോ, അതൊരു ഐശ്വര്യ. അപ്പോ ചേച്ചിക്ക് വേണ്ടേ ഈ ഐശ്വര്യം? അതെ. എന്താ ചേച്ചി? കുട്ടിക്കറിയോ, വടക്കേ ഇന്ത്യയിൽ ഒരു വീട്ടില് വീട്ടുകാരന്റെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതൊന്ന് സംസാരിച്ചു. എന്തോ വീട്ടുകാര്യം മതിയല്ലോ. അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കൊത്തി. അതെങ്ങനെ നിനക്കറിയാം? മുമ്പ് ഇവിടെ വന്ന ബിന്ദു പറഞ്ഞായിരുന്നു. ഓ, അപ്പൊ എല്ലാം അറിയാം. എത്തി. അയ്യേ, ഇതെന്ത് വേഷാണ് ബിന്ദു? ഇത്ര മാത്രം സെലക്ട് ചെയ്തിട്ട് ഈ സാരിയാണ് ഉടുത്തത്. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ നല്ലത് ഉടുത്തൂടെ? അതെ ചേച്ചി, വണ്ടി കയറി ഇരുന്നാലേ പുറത്തേക്ക് ഇത്രയല്ലേ കാണുള്ളൂ. ബിന്ദു വീഗാലാൻഡിൽ ചെന്നാലോ? എല്ലാം പല നാട്ടിലെ ആളുകളാ. ആന്ധ്ര, കർണാടക, പഞ്ചാബ്, ഒറീസ, പിന്നെ കൊടൈക്കനാല്. അവിടെ ആണെങ്കിൽ മുഴുവൻ തമിഴന്മാരാ. ഒരാള് നമ്മളെ തിരിച്ചറിയാൻ പോണില്ല. പിന്നെ ആരെ കാണിക്കാനാ ഇങ്ങനൊക്കെ കെട്ടി ഒരുങ്ങുന്നത്? ഒരുമാതിരി ചെന്നൈ കുമരൻ സിൽസിന്റെ പരസ്യം പോലെ അല്ലേ സുഗുണേട്ടാ? ലേശം കൂടി നല്ലത് ഉടുത്തോളാം ഞാൻ പറഞ്ഞതാ. പിന്നെ സാറേ, 4 മണി വെളുപ്പിനെത്തി കുടുംബത്തെ സകല പണിയും തീർത്തിട്ടാണ് സാറേ 9-10 മണിയാകുമ്പോ വേറെ പണിക്ക് പോണത്. ഞാൻ ആ ജോലിക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ പോയി കുറെ നേരം നിന്നിട്ട് ഒരു ബസ് പോലും വന്നില്ല. എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ നിക്കണ സമയത്ത് ഒരുത്തൻ ബൈക്കും കൊണ്ടുവന്ന് എന്റെ അടുത്ത് നിർത്തിയിട്ടൊരു ചോദ്യം, മഞ്ഞണ്ടാ കേറിക്കൂന്ന്. പരിചയമില്ലാത്തൊരുത്തന്റെ വണ്ടിയിൽ നമ്മൾ ആരെങ്കിലും കേറി പോകുക സാറേ? ഞാൻ കേറി പോണ സമയത്തേ അവനെ ഒരു ചായക്കടയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിട്ട് ചോദിക്കണ്ടേ, ചായ വേണോ കാപ്പി വേണോന്ന്. പരിചയമില്ലാത്തൊരാക്കട കയ്യിൽ നിന്ന് നമ്മള് ചായ കാപ്പിയാ മേടിച്ചു കുടിക്കുക സാറേ. ചാർജ് മതിയെന്ന് ഞാനൊന്ന് പറഞ്ഞു. ഞാൻ കുടിച്ചോണ്ടിരിക്കണ സമയത്തുണ്ടല്ലോ അവൻ വേറൊരു തമാശ, നമുക്കൊരു സിനിമക്ക് പോയാലോ? പരിചയമില്ലാത്തവരുടെ കൂടെ നമ്മൾ ആരെങ്കിലും സിനിമക്ക് പോകുക സാറേ? ഞാൻ പോയി. ഇടയ്ക്കിടയ്ക്ക് നീ ഇത് പറയുന്നുണ്ടല്ലോ, നിനക്ക് എന്താടി ഇവിടെ അത്ര വലിയ ജോലി? ഏയ് ഒന്നുമില്ലാലോ. രാവിലെ എഴുന്നേറ്റ് അടുക്കള ചെന്ന് കുക്കറിനോട് പറഞ്ഞാ മതിയല്ലോ, കുക്കറെ ഇന്ന് 3 പേർക്ക് ചോറ് വേണം കേട്ടോ. അത് കേട്ട ഉടനെ കുക്കർ എടുത്ത് വെള്ളം ഒഴിച്ച് അരിയിട്ട് വേവിച്ച് പാകാവുമ്പോ എന്നെ നോക്കി ഇങ്ങനെ എന്ന് വിളിക്കൂലോ. അങ്ങനെ ഒരുപാട് കൂവണ്ട. ഈ വീട്ടിലെ ഈ ഇട്ടാവട്ടത്തിലുള്ള പണിയല്ലേ നിനക്കുള്ളൂ. ഒരു ദിവസം ഈ വീടിനകത്തെ പണി മുഴുവൻ ചെയ്ത് നോക്ക്, അപ്പൊ കാണാം. ஆமா, அவளை காதலிச்சுட்டு என்ன கல்யாணம் பண்ணிக்கிட்டு அவளை கை விட்டுட்டு இப்ப ஆறுதல் சொல்றதுக்காக கையேந்தி நிக்கிறீங்க. எனக்கும் புரியல. நீ சரியா புரிஞ்சுக்கல. சரியா புரிஞ்சுக்கிட்டேன். அதான் வாந்தி எடுக்கிறாளே, அதுக்கு யாரு காரணம்? அதுக்கு நான் தான் காரணம். அட பாவி மனுஷா, கர்ப்பத்துக்கு நீதான் காரணம்னு ஒத்துக்கிறியா? கர்ப்பமா? அட கள்ளி, சொல்லவே இல்லை. அவ கர்ப்பத்துக்கு சொல்றேன். யார் கர்ப்பம்? நான் கர்ப்பம். கொஞ்சம் சும்மா இருக்கியா? முதல் നടി സൂപ്പർ അണ്ണാ, ഒരു മതി അണ്ണാ. ഞാൻ പേര് ചോദിക്കട്ടെ? ചോദ്യം അണ്ണാ, അങ്ങോട്ട് പേര് ചോദിക്കട്ടെ? ചോദ്യം. കുട്ടി എന്താ കുട്ടിയുടെ പേര്? എന്റെ പേര് ഇന്ദു. എന്തിരി എന്റെ ക്യാരക്ടർ? ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ അന്തപുരത്തിലെ പതിവ്രതയായ ഒരു അന്തർജനമാണ് കുട്ടി. വാ, അപ്പൊ എന്നെ മനസ്സിൽ നിരീക്ഷിച്ച ക്യാരക്ടർ തന്നെ. എല്ലാരോടും കൂടി ഒരു കാര്യം പറയണേ. എല്ലാരും ഇങ്ങോട്ട് വന്ന് ഈ തൊട്ടും പിടിച്ചുള്ള അഭിനയത്തിനൊന്നും എന്നെ കിട്ടൂല. പിന്നെ മോട്ട കാണിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ചെവളക്കിട്ടൊരു കയറി അതിന് ഏരിയ എല്ലാരും വരുമെന്ന് തോന്നുന്നില്ല. ഈ കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കടം തരുമോ? ഇല്ല, കണ്ണില്ലാതെ വീട്ടിൽ പോയി അമ്മ വനജയുടെ ഹസ്ബൻഡ് എവിടെയാണ്? ഗൾഫിലോ? വനജയ്ക്ക് എത്ര സെന്റ് ഉണ്ട്?
സാറേ എന്റെ ഭർത്താവ് ഗൾഫിലാന്നൊക്കെയുള്ള എനിക്ക് സെന്റ് ഒന്നുമില്ല സാറേ. ഞാൻ കുളി കഴിയുമ്പോ ഇത്തിരി പൗഡർ ഇടും, അതും ചൂടുപോരി പൊങ്ങാതിരിക്കാൻ വേണ്ടിട്ട്. അടിപൊളി. ആരാണ് സുധി? ഒരു കാര്യം ഞാൻ പറയാം, മരിച്ചു പോയ അത് വേണ്ട കേട്ടോ. എനിക്കറിയില്ല. ഇവിടെ അത് നീ പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ അനീഷ താനെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എന്നെ നീ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എന്നെ നീ എന്ന് വിളിച്ചാ പുട്ടുണ്ടാക്കാൻ അറിയാലോ? അതെനിക്കറിയാം മമ്മി. കോലിട്ട് കുത്തി പുറകിൽ തള്ളിയിട്ടാ പോരെ? എന്താണ്? കോലിട്ടിട്ട് കുത്തി പുറകീന്ന് തള്ളി വിട്ടാ പോരെ? ആരെ? കുട്ടീനെ. പിന്നെ പെണ്ണെ, ഈ പുട്ടുകുറ്റിക്കകത്ത് നമ്മള് മാവിടണ്ടേ? മാവല്ലല്ലോ, അരിപ്പൊടി അല്ലേ ഇടണ്ടേ? എന്റെ പൊന്നു കുഞ്ഞെ, പച്ച മാവില്ലേ അരിപ്പൊടി, അതെടുത്തിട്ട് വെള്ളം തളിച്ച് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അത് ഇങ്ങനെ ഒരുപാട് കുഴക്കരുത്, ഇച്ചിരി ഇതായിട്ട് എടുക്കണം. ചില്ലിടാൻ മറക്കരുത് പുട്ടുകുറ്റിയില്. ചില്ലോ? പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യരുതെന്ന്. ഒന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വൈഫല്ലേ, എന്തിനാ എന്നോട് ഇങ്ങനെ അണവണ? അരവണ മലക്ക് പോയാലേ കിട്ടുള്ളൂ. അല്ല അതല്ല, ഈ അണവണക്കണല്ല, അവഗണന. ആ സാധനം വലിയ ഫാറ്റി താമസിച്ച കാര്യമില്ല, ഇടയ്ക്ക് നാക്ക് പഠിക്കണം. അത് ഞാൻ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചോണ്ടാ എനിക്ക് ചില മലയാളം അപ്പ് പറയുമ്പോഴേ ഇങ്ങനെ സ്ലിപ്പായി പോകും. നീ ഇംഗ്ലീഷ് നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞോളൂ. അയ്യോ എന്റെ മീനവിയൽ എന്തായോ എന്തോ. അയ്യോ മോനെ വാടാ. നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങോട്ട് വന്നത്? അയ്യോ കരയാൻ പറഞ്ഞതല്ല. ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നപ്പോ നിന്നോട് എന്താണ് പറഞ്ഞത്? അവിടെ ചെന്ന് നമ്മൾ പറയേണ്ട കാര്യം പറഞ്ഞിട്ട് ഇങ്ങ് വരണം കേട്ടാ. നിന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വീണ അണ്ണന് സഹിക്കോടി. അറിയല്ലേ കാര്യം പറഞ്ഞു. അതെന്തെന്നറിയാമോ? പട്ടി വെട്ടി കിടക്കണ ഇതെന്തൊരു കിടന്ന് വാങ്ങണത്. പാത്തുന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അവള് കാർ ഓടിക്കും, സ്കൂട്ടർ ഓടിക്കും, വേണമെങ്കിൽ അവള് വിമാനം വരെ ഓടിക്കും. ഇത്തിപ്പോലും പോകുന്നൊരു സ്കൂട്ടർ ഞാൻ ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ മട്ടും പാവാങ്ങ് മാറി അങ്ങ്. ശോശാമ ഒരു പഴഞ്ചൊല്ലുണ്ട്, ആന പിണ്ട വിടുന്ന കണ്ടിട്ട് മുയൽ കണ്ണുരുട്ടല്ലേ. മുയൽ എന്തോ ചെയ്യണമായിരുന്നു, ആന ഇട്ട പിണ്ട ഉരുട്ടിക്കൊണ്ട് നടക്കണമായിരുന്നു. കാശുള്ളവരുടെ മുറ്റത്ത് അങ്ങനെ പലതും കിടക്കും. അപ്പൊ നിനക്കറിയാം കാശുള്ളവരുടെ മുറ്റത്ത് അങ്ങനെ പലതും കിടക്കുമെന്ന്. കാശുള്ളോണ്ടാണ് കഴിഞ്ഞ ദിവസം കെട്ടിയാനെ പിടിച്ച് മുറ്റത്ത് കിടത്തിയത്. അയ്യോ അല്ല, അത് ചൂടായ കാരണം കെട്ടിയത്. ഇത്രയും വലിയ വീട് വെച്ചിട്ട് AC ഒന്നും ഇല്ല, ചൂടാന്നു. അതുകൊണ്ടല്ലെന്ന് എന്നെ കയറി ചൊറിയാൻ വന്നു, ഞാൻ ചൂടായി എടുത്ത് വെളി കളഞ്ഞു. എന്താടി നിന്റെ പേര്? കുൽസിത കുമാരി. അതെന്താ ആറ്റിറ്റ്യൂഡാ സാറേ. ആറ്റിറ്റ്യൂഡ് ഞാൻ ആറ്റിക്കളയും. ഈ കള്ളൻ പ്രഭാകരൻ നിന്റെ ആരാ? എന്റെ ഭർത്താവാ സാറേ. മാറ്റ് ടോൺ മാറ്റ്. അവൻ എന്താ ജോലി? കള്ളനാ സാറേ, കൊച്ചു കൊച്ചു കള്ളൻ. ഒരടി മാറിയില്ലേ? എന്ത് കാണിച്ചു നീ? ഒരടി തിന്നിട്ട് മാറി നിക്കാൻ പറഞ്ഞില്ലേ? എടി അതല്ല ഞാൻ പറഞ്ഞത്, ഒരടി എന്ന് പറഞ്ഞ ഇതാണ് ഒരടി. ഇത് അടിയല്ലല്ലോ, വടിയല്ലേ സാറേ. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ഭർത്താവ് പാവാ സാറേ. കുറച്ച് കുറയ്ക്ക് സാറേ, കുറയ്ക്ക് സാറേ, കുറച്ചുകൂടെ സാറേ. ഇത് കറക്റ്റ്. പന്തൽ പൊളിഞ്ഞാടും കുടിച്ചാൻ കുടിക്കും ഗ്ലൂക്കോസും വെള്ളം പഞ്ഞില നെഞ്ചി കഞ്ചുമനായിട്ട് കെട്ടിയ പോണില്ല എന്താണെന്നറിയില്ല, എന്തുകൊണ്ടെന്നറിയില്ല. ആവി വന്നില്ല, പുട്ടിന് ആവി വന്നില്ല. എന്നോട് കൊളിക്കണ്ട ഉണക്കപ്പുട്ടേ, മൈസൂര് പയം കുട്ടി അടിക്കും ഞാനേ. നിങ്ങൾ പുട്ടാണെങ്കിൽ നമ്മൾ പുട്ടും കുറ്റിയാണേ, നിങ്ങൾ ചില്ലാണെങ്കിൽ നമ്മൾ കുപ്പിച്ചില്ലാണേ. അയൽമ കിടക്കണ തോർത്തിങ്ങിട്ടടിക്കും, അരയിലിരിക്കണം വാളിങ്ങിട്ടടിക്കും, ഞെക്കാക്കത്തണം വിളക്കിങ്ങിട്ടടിക്കും, നല്ലൊരു കൊയിന്റെ മുട്ടങ്ങിട്ട്. ഓ മൈ ഗോഡ് ചൂടാണ്. അയലുമ കിടക്കണ തോർത്തിങ്ങിട്ടടിക്കും, അരയിലിരിക്കണ വാളിങ്ങിട്ടടിക്കും, ഞെക്കാ കത്തണ വിളക്കിങ്ങിട്ടടിക്കും, നല്ലൊരു കോയിന്റെ മുട്ടങ്ങിട്ടടിക്കും. ഞാനിപ്പോ പോകും പാത്തുപാട വെട്ടാന്, നിങ്ങൾ പോയി മജ്ജത്തായാൽ ഞമ്മക്കാരാണ്. ട്രെയിൻ പോയി. ആണോ? അത് പോയിക്കൊണ്ടിരിക്കണോ? ഞാൻ അറിഞ്ഞില്ല. എന്തിനാ ഇപ്പൊ ഇവിടെ ഇറങ്ങിയേ? വെള്ളം അടിക്കാനോ ഇത്ര രാവിലെ? കുടിക്കാൻ വെള്ളം എടുക്കാൻ. തനിക്ക് കോട്ടയം വെട്ടിക്കാൻ ട്രെയിനകത്ത് വെച്ചിട്ട് ഇറങ്ങരുതില്ലേ? വല്ലവരും എടുത്തോണ്ട് പോയാല്? പിന്നെ വല്ലവർക്കും ഇത് തന്നെയല്ലേ ജോലി. ഈശ്വരാ, എനിക്ക് നേരത്തെ തോന്നിയത്. ഇവിടെ ചാടി ഇറങ്ങാൻ പറഞ്ഞേ. നന്ദി വേണം പെൺകുട്ടി, നന്ദി വേണം. ഒറ്റയ്ക്ക് ഒരു അറിയപ്പെടാത്ത സ്ഥലത്ത് പെട്ടുപോകണ്ടാന്ന് സഹായിക്കാൻ ഇറങ്ങിയ ചെരുപ്പൂരി അടിക്കണം. എനിക്ക് രണ്ടിന്റെ കുറവുണ്ട്. സോറി.
കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് അണ്ണാക്കിൽ വെച്ചിട്ട് തോന്നുമ്പോഴെടുത്ത് തുപ്പ്. സാറേ ഇനി എപ്പോഴാ അടുത്ത ട്രെയിന്? ഉടനെ ഉണ്ട്. എന്നാ അതിൽ പോവാലോ? അത് വളണ്ടിപ്പോലേക്ക് ചാണകം കൊണ്ടുപോകുന്ന ട്രെയിനാ. അയ്യേ. അപ്പോഴേ സാറേ ഈ ആലനഹള്ളിക്ക് അടുത്ത വണ്ടി എപ്പോഴാ? ഓ, അതിന് വ്യാഴാഴ്ചയേ ഉള്ളൂ. അപ്പൊ അതുവരെ എന്ത് ചെയ്യും? തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല താറാവും അല്ല. വ്യാഴാഴ്ച വരെ നമ്മളിപ്പോ എന്താ ചെയ്യാ? വ്യാഴാഴ്ച വരെ അല്ലേ? അത് നമുക്കൊരു കാര്യം ചെയ്യാം. ദാ ഇങ്ങനെ തൊങ്കി കളിക്കാം. ഇങ്ങനെ കളിക്കണോ കൂടറോ. താൻ പുരുഷനല്ലേ? എന്താ തിരക്ക്? ഞാൻ പെണ്ണാണെന്ന് സംശയമുണ്ടോ? വാലുപറമ്പി പുരുഷനല്ലേടൂ? ഞാൻ വാലും തലയൊന്നും ഇല്ലാത്തവരാ. താനിത് പോയേ. എനിക്ക് വിശക്കുന്നു. ഇവിടെ എന്താ തിന്നാൻ കിട്ടുക? ആ ചാണക വണ്ടി പോരും. ഞാൻ കുറെ കോരിത്തരാം. മതിയാ? അത് താൻ തിന്നാ മതി. അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചെലവിന് ടൂർ കൊടുക്കണമെന്ന്. എന്തോ കൊക്കം വെച്ചടി പറയാം. കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോകുന്ന ചെലവിന് കൊടുക്കണമെന്ന്. കൂട്ടുകാർക്കെല്ലാം കൂടെ ചെലവിന് കൊടുക്കണം. ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്ക് പോണം. അതല്ലെന്ന് കുഞ്ഞിന് എന്തേലും കൈമണി കൊടുക്കാനെന്ന്. എവിടാ പോന്നെ? എവിടാണാ പോന്നെ? മൂന്നാറാ പോന്നെ. മൂന്നാർ എന്തോ കാണാൻ പോവാ അവൻ. കാണാൻ ഇരിക്കാൻ പറ അവനോട്. മൂന്നാർ എന്തോ കാണാൻ പോവാടാ നീ. എന്നും ഞാൻ ഈ വീട്ടിൽ 2 മരമോത്ത് കാണുമല്ലോ. നാട്ടിൽ പോയി അവിടെ പോയി എല്ലാ ആൾക്കാരൊക്കെ കാണട്ടോ. ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നില്ലയോ? നാട്ടിലെങ്ങനെ പോയി നല്ലൊരു മോന്ത കാണും. അവൻ 2 മോന്തയുടെ കാര്യമാണല്ലോ പറഞ്ഞു. ഒരെണ്ണം ഞാൻ ഇപ്പൊ കട്ട് ചെയ്തു. നീ മിടിക്കുക. ഇടയ്ക്ക് എന്നിട്ടേ അവൻ പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാൽ മതിയല്ലോ. തീർന്നല്ലോ, പഠിക്കണ്ടല്ലോ, മിടിക്കുക. പൈസ വല്ലതും കൊടുക്കണം. എത്ര രൂപ വേണം ചൈന്? 2500 രൂപ. കുറച്ചുകൂടെ 2500 എന്തിനാണ് നിനക്ക് നിറങ്ങാൻ പോകുന്നത്? 5000 രൂപ വേണം. നിങ്ങൾ തെങ്ങ് കയറിയിട്ട് തേങ്ങ കിടുവോ? ഇല്ല, അങ്ങനെയല്ല. ഞങ്ങള് തെങ്ങിന്റെ അടുത്ത് ഇങ്ങനെ ചെല്ലും ആദ്യം. എന്നിട്ട് തെങ്ങിനോട് വിളിക്കും ഇങ്ങനെ, എടാ വാട കുട്ടാന്ന് പറയുമ്പോ തെങ്ങ് ഇങ്ങനെ വളഞ്ഞു. ആ സമയത്ത് ഞങ്ങള് തേങ്ങയും കൊതുമ്പും ഓലൊക്കെ ഇങ്ങനെ വലിച്ചു പറിച്ചെടുക്കും. എന്നിട്ട് തെങ്ങിനോട് പറയും, എടാ പോടാ. ആരെങ്കിലും വരുന്നതിന് പിന്നെ കേറി പോടാന്ന് പറയുമ്പോ തെങ്ങ് ഇങ്ങനെ അങ്ങോട്ട് നിക്കും. അങ്ങനെ സംഭവിക്കല്. ഓ മൈ ഗോഡ്, ഇങ്ങനെയൊക്കെ സംഭവിക്കോ? നിങ്ങൾ ജഡ്ജി തന്നെയാണോ അതോ ഹൈക്കോർട്ടിന്റെ മുന്നിൽ പാനിപ്പരി വിൽക്കുന്ന ജിജിയാണോ? അല്ല അമ്മാക്ക പൊട്ടത്തറ പറയുന്നത് ചോദിച്ചാൽ ആ ലിസ്റ്റ് ഒന്നുകൂടി കേൾക്കട്ടെ. ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി. 2000 പൂപ്പരുത്തി അവിടെ ഈട്ടി തന്നെ വേണം. 25,000. സോഫ സെറ്റ് ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്കാം. കുഷൻ തന്നെ വേണം, കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയാ പോലെ. 25,000. ബ്രിഡ്ജ്. പാല് അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോരെ? അതല്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9,000. TV. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ? കളർ തന്നെ വേണം. 10-20 അടി നീളം വേണം. 10-20 അടി നീളോ? ഇഞ്ചായിരിക്കും. ഇഞ്ച്. ഒയറില്ലാത്ത ഫോൺ അതൊരെണ്ണം മതി. മൊബൈല് ഒയറില്ലാത്തോണ്ട് വില കുറവായിരിക്കും. അയ്യോ, ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. തൽക്കാലം ഇത്രയൊക്കെ മതി. ഇനി ഇതിന് പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ. മൊത്തം പണം കൈ വെച്ചിട്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം. ഇൻസ്റ്റാൾമെന്റ്. അതെങ്കിൽ അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം. അല്ലെങ്കിൽ കടം വാങ്ങണം, പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. എന്താ മുൻഷി പരമേശ്വരൻ പിള്ളയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ? നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. എന്ത് പറയുന്നു?